രാമുവിൻ്റെയും ഗോപാലിൻ്റെയും വയസ്സുകളുടെ തുക 35 വയസ്സുകളുടെ വ്യത്യാസം 11 ആയാൽ ഗോപാലിൻ്റെ വയസ്സെത്ര? രാമുവിൻ്റെ വയസ്സ് എക്സ് എന്നും ഗോപാലിൻ്റെ വയസ്സ് വൈ എന്നും കൊടുക്കാം. രാമുവിൻ്റെയും ഗോപാലിൻ്റെയും വയസ്സുകളുടെ തുക 35. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 35. രണ്ടുപേരുടെയും വയസ്സുകളുടെ വ്യത്യാസം 11. സോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 11. സോൾവ് ചെയ്യുമ്പോൾ 2x ഈക്വൽ ടു 46. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 46 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് 23. 23 എന്ന് പറയുന്നത് എക്സ്, അതായത് രാമുവിൻ്റെ വയസ്സാണ് 23. ഇനി അടുത്ത ഗോപാലിൻ്റെ വയസ്സ് കണ്ടുപിടിക്കാനായി സെക്കൻഡ് ഇക്വേഷൻ, അതായത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 11. അതിൽ എക്സിൻ്റെ വാല്യൂ 23 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 23 മൈനസ് വൈ ഈക്വൽ ടു 11. അതിൽ നിന്ന് വൈയുടെ വാല്യൂ 23 മൈനസ് 11 ദാറ്റ് ഈസ് 12. അപ്പം 12 ആണ് വൈയുടെ വാല്യൂ, അതായത് ഗോപാലിൻ്റെ വയസ്സ് 12. നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് ഗോപാലിൻ്റെ വയസ്സ് എത്ര. സോ ഗോപാലിൻ്റെ ഏജ് എന്ന് പറയുന്നത് 12. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ്. 5 വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയായിരുന്നു. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അച്ഛൻ്റെ വയസ്സ് എക്സ് എന്നും മകൻ്റെ വയസ്സ് വൈ എന്നും കൊടുക്കാം. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ്. സോ എക്സ് എന്ന് പറയുന്നത് 3y. ഇനി 5 വർഷങ്ങൾക്ക് മുൻപാകുമ്പോൾ അച്ഛൻ്റെത് എക്സ് മൈനസ് വൈയും മകൻ്റെ വയസ്സ് വൈ മൈനസ് വൈയും ആകും. 5 വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയാണ്. സോ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 4 ഇൻറ്റു വൈ മൈനസ് വൈ. ഇനി എക്സ് എന്ന് പറയുന്നത് 3y ആണെന്നറിയാം. സോ എക്സിൻ്റെ സ്ഥലത്ത് 3y ഇട്ട് കൊടുക്കണം. സോ 3y മൈനസ് 5 ഈക്വൽ ടു 4 ഇൻറ്റു വൈ മൈനസ് വൈ. 4 അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 4y മൈനസ് 5 ഇൻറ്റു 4 20 ആയി. സോ ഇതിൽ നിന്ന് y കണ്ടുപിടിക്കുമ്പം 20 മൈനസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു 15. അപ്പം നമുക്ക് y എന്ന് പറയുന്ന 15 കിട്ടി. അപ്പം മകൻ്റെ പ്രസൻറ്റേജ്, അതായത് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് 15. സോ 15 ആണ് ആൻസർ.